അന്നം തേടിയുള്ള മനുഷ്യൻ്റെ അലച്ചിലിന് ചരിത്രത്തോളം പഴക്കമുണ്ട്. ഗൾഫ് മരുഭൂമികളിൽ എണ്ണയുടെ ഉറവകൾ തുടങ്ങിയതോടെ ഉരുവിലും ചരക്ക് കപ്പലുകളിലുമായി മാസങ്ങൾ നീണ്ട സാഹസിക യാത്രയിലൂടെ മലയാളിയും ഈ സ്വപ്നഭൂമിയിൽ എത്തിത്തുടങ്ങി. കുടുംബം പുലർത്താൻ വേണ്ടി ഇക്കരെത്തിയ ആദ്യ മലയാളി ആരായിരിക്കും? ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്. ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്. 1 ലക്ഷത്തോളം രൂപ വിസക്ക് കൊടുത്തില്ലേ, അറബിയുടെ വീട്ടിലെനിക്ക് ഡ്രൈവർ പണിയല്ലേ. 1 ലക്ഷത്തോളം രൂപ വിസക്ക് കൊടുത്തില്ലേ, അറബിയുടെ വീട്ടിലെനിക്ക് ഡ്രൈവർ പണിയല്ലേ. പകലന്തി നേരമില്ലാതെന്നും ഇതുതന്നെ. ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്. എന്നും ഞാൻ കാലത്ത് 4 മണിക്കെഴുന്നേൽക്കും. വീട്ടിലെ വണ്ടികളെല്ലാം എന്നും ഞാൻ കഴുകേണം. എന്നും ഞാൻ കാലത്ത് 4 മണിക്കെഴുന്നേൽക്കും. വീട്ടിലെ വണ്ടികളെല്ലാം എന്നും ഞാൻ കഴുകേണം. മദ്രസയിൽ പോകാൻ കുട്ടികൾ അന്നേരം വന്നിടും. 7 മണിയാകും മുമ്പേ മദ്രസയിലും എത്തേണം. മദ്രസയിൽ പോകാൻ കുട്ടികൾ അന്നേരം വന്നിടും. 7 മണിയാകും മുമ്പേ മദ്രസയിലും എത്തേണം. 1 നേരം വൈകിപ്പോയാൽ മാമ തുടങ്ങും ജിഞ്ചാല്. അറിയാതൻ കണ്ണു നിറയും ഓർക്കുമ്പോഴോ എന്നാട്. ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്. എൻ വീട്ടിൽ ഭക്ഷണമൊന്നും സമയത്തിനു കിട്ടില്ല. അറിയാതെ കിച്ചണിൽ ചെന്നാൽ മാമാക്കതു പറ്റില്ല. എൻ വീട്ടിൽ ഭക്ഷണമൊന്നും സമയത്തിനു കിട്ടില്ല. അറിയാതെ കിച്ചണിൽ ചെന്നാൽ മാമാക്കതു പറ്റില്ല. ഇന്നോളം ശമ്പളമൊന്നും കൂട്ടാത്തൊരു വീടാണ്. കുന്നോളം പ്രശ്നമെനിക്ക് ഉണ്ടെന്നതു നേരാണ്. ഇന്നോളം ശമ്പളമൊന്നും കൂട്ടാത്തൊരു വീടാണ്. കുന്നോളം പ്രശ്നമെനിക്ക് ഉണ്ടെന്നതു നേരാണ്. നാട്ടിലെ കാര്യങ്ങളോർത്താൽ എൻ്റെ മനസ്സിൽ സങ്കടമാ. വീട്ടിലെ ഡ്രൈവറായാൽ എല്ലാവർക്കും ഇന്നീ ഗതിയാ. ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്.
ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്. 1,00,000-ഓളം രൂപ വിസക്ക് കൊടുത്തില്ലേ, അറബിയുടെ വീട്ടിലെനിക്ക് ഡ്രൈവർ പണിയല്ലേ. 1,00,000-ഓളം രൂപ വിസക്ക് കൊടുത്തില്ലേ, അറബിയുടെ വീട്ടിലെനിക്ക് ഡ്രൈവർ പണിയല്ലേ. പകലന്തി നേരമില്ലാതെന്നും ഇതുതന്നെ, ഞാൻ നിക്കണ വീട്ടിലിത്തിരി ശമ്പളം കുറവാണ്, എന്നാലും നാട്ടിലെ വീട്ടിൽ റാഹത്താണ്.